ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് പിടിച്ചിരുന്നു. അത് ലൈസൻസ് തന്നെ പോയിട്ടുള്ളൂ. അത് പോയപ്പോൾ എനിക്ക് 10,000 പേരെ റീച്ച് കിട്ടിയുള്ളൂ. അങ്ങനെയല്ല, ഈ റീച്ച് ഇവിടെ അവസാനിക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം, അതായത് നിയമലംഘനം നടത്തി, നമ്മളെല്ലാവരും മനസ്സിലായി, നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അപ്പൊ യൂട്യൂബിനോട് പറയുക ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നത് കണക്കാക്കും. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന ജംഗമങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. ഇതിലും പേരും സഞ്ജുട്ടയ്ക്ക് അങ്ങ് തൂക്കിക്കൊള്ളുന്നല്ലേ സാർ? എന്തായാലും അവരൊരു തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു, അതിനുള്ള ശിക്ഷ അവന് കിട്ടി. ആജീവനാന്തകാല ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ പോരെ? വീണ്ടും ഇങ്ങനെയുള്ള നടപടികളൊക്കെ എന്തിനാണെന്നാണ് എന്റെ ഒരു ചോദ്യം. ഓവറായിട്ട് ഇങ്ങനെയുള്ള നടപടികൾ സഞ്ജുട്ടയ്ക്കെതിരെ, അവൻ ചെയ്ത തെറ്റുകൾക്കെതിരെ എടുത്തേ പറ്റുകയുള്ളൂ എന്നാണെങ്കിൽ ഇവിടെ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന ഒരു 100 KSRTC എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ആ ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും എല്ലാം വീട്ടിൽ നിന്ന് അവർ ചെയ്ത നിയമലംഘനത്തിന്റെ പൈസ പിടിച്ചെടുക്കുമോ? അതുപോലെ തന്നെ പോലീസ് ജീപ്പുകൾ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്